ഹലോ നമസ്കാരം, സൈനുലാബിതാണ്. ഞാനിപ്പം കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ കിച്ചണാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും എന്തിനപ്പം എൻ്റെ കിച്ചണൊക്കെ കാണിക്കുന്നുണ്ട്. പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം വൈകുന്നേരം സമയം 7 മണിയാവണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഒരു സംസ്കാരം, ഒരു കൾച്ചർ എന്നൊക്കെ പറയാം, ഒരു വീട്ടിലെ സംസ്കാരം എന്ന് പറയാം. ഞങ്ങൾ വൈകുന്നേരം 7 മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ കിച്ചൺ ക്ലോസ്. വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ട് വൈകുന്നേരത്തെ സ്നാക്സിന്റെ കൂടെ ഭക്ഷണം കണ്ട് കഴിച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതുണ്ട ചെയറൊക്കെ ടേബിളിൽ കയറ്റി. ഇവിടെ നിന്ന് ഒരു സാധനം ഒരു ഫുഡായിട്ട് കാണാൻ കഴിയില്ല. ഇതൊക്കെ കാലിയാണ്. അപ്പോഴേ ഈ ഒരു സംസ്കാരം നമ്മൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ എത്ര വർഷം എന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇപ്പം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഏകദേശം 5-8 വർഷമായി നമ്മളിങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്കൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു സംസ്കാരം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നും, ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നും, എങ്ങനെ ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കാതെ നമ്മൾ കിടന്നുറങ്ങാം. രാത്രി ഭക്ഷണം കഴിക്കാതെ തന്നെ കിടന്നുറങ്ങണം. നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാം. ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കണം. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങുക. നല്ല സുഖമായിരിക്കും ഉറങ്ങാൻ. അതുപോലെ തന്നെ വേണ്ടി വന്നാൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. അപ്പൊ അതിനുള്ള സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ കിച്ചൺ ക്ലോസ്, ലൈറ്റൊക്കെ കിടത്താൻ പോവാണ്. കിച്ചന്റെ ഡോറൊക്കെ അടച്ചു. ഇതിനി ഡോർ ഇനി രാവിലെ 4-5 മണിക്ക് കഴിഞ്ഞ് തുറക്കുള്ളൂ. അത് ഞാനാ തുറക്കലിട്ടോ. ആദ്യ ചായ ഞാനുണ്ടാക്കലേ. അപ്പം രാത്രിക്കുള്ള മുന്നൊരുക്കങ്ങളാണിത്. നമുക്കൊരു പേടി ഉണ്ടാവും, നമ്മളിങ്ങനെ പട്ടിണിയാവും എന്നുള്ള ഒരു പേടി പേടിക്കണ്ട. ഇതുപോലത്തെ ഇത്തിരി പഴങ്ങൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊടുന്ന് വെക്കുക. ഇതെല്ലാം കൂടി കഴിക്കരുത്, ഇതിലൊന്നേ കഴിക്കാവൂ. അതും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മിനിമം ഒരു 20-25 മിനിറ്റ് കഴിച്ചിരിക്കണം. പിന്നെ ഇത് രാവിലത്തേക്കുള്ള സെറ്റപ്പാണ്. നാളെ മെക്സവൻ്റെ യൂണിഫോം നീല, പിന്നെ ചാവി, ആംബുലൻസിന്റെ ചാവിയാണ്. ഏത് സമയത്തും എടുത്തു ഓടാൻ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മനസ്സമാധാനത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങാം. അപ്പം ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ വരുത്തി കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരുപാട് മുക്തി നേടാൻ നമുക്ക് പറ്റും. ഇത് മാത്രം പോരാ, പിന്നെ നല്ല മെക്സവിനെ പോലത്തെ നല്ല വ്യായാമങ്ങളിൽ ദിവസേന ഏർപ്പെടണം. അപ്പോൾ ഈ ഒരു സംഗതിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, ഇത് ഇന്നലെ ചെയ്ത് കാണും ഇന്ന് വീഡിയോ എടുത്ത് വിടുന്നതല്ല. വർഷങ്ങളോളായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ ചില മാറ്റങ്ങൾ വരും. എപ്പോഴും അറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇവിടെ ഭക്ഷണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ചില സമയങ്ങളിൽ മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കലുണ്ട്, അവരുടെ കൂടെ നമ്മളും കഴിക്കലുണ്ട്. ഇതൊക്കെ ഇതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നിത്യജീവിതത്തിലെ സംഗതിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്രയൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമ്മൾക്ക് ആ സമയം കീപ്പ് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അല്ലാത്തൊരു സംസ്കാരം നമ്മുടെ ഇതാണ്. ഒരു കാരണവശാലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ പല വേദികളിലും പല ഞാൻ പറയുന്നുണ്ട്, രാത്രി നിങ്ങൾ ആരും ഹെവി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങരുത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ റിലാക്സ് ആയിരിക്കണം. നമ്മൾ ഉറങ്ങി നമ്മൾ കിടന്നിട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ജോലി കൊടുത്താൽ അവർ ക്ഷീണിക്കും. അപ്പം പല രോഗങ്ങൾക്കും നമ്മൾ അടിമപ്പെടേണ്ടി വരും. അപ്പോൾ റെസ്റ്റ് അത് നമുക്ക് നമ്മുടെ ബാഹ്യ ശരീരത്തിന് മാത്രം പോരാ, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും വേണം. അത് ഈ ഒരു സംഗതി ട്രൈ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.